ഹായ് ഫ്രണ്ട്സ്, നമ്മ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല മത്തി, കൂടുതൽ ഒരു അയലയും കൂടിയുണ്ട്. നമുക്കിന്ന് ഇതിന് മുളക് ചാറായിട്ട് വയ്ക്കാം. എന്താ ഈ വടക്കൻ സ്റ്റൈലിൽ, നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ തേങ്ങ അരച്ച് പുറത്ത് ഒക്കെയാണ് അരയ്ക്കുന്നത്. പല രീതിയിലും വയ്ക്കും ഈ മത്തി. ഇന്ന് നമുക്ക് വടക്കൻ സ്റ്റൈലിൽ കുടംപുളിയിട്ട് പുളി കറിയായിട്ട് വയ്ക്കാം. എന്താ മുളക് കറി എന്തായാലും ഇനി പറയണേ, അത് വയ്ക്കാം. ഈ മത്തി നല്ല പോഷക ഗുണമാണ് കേട്ടോ. ഇതിൽ ഒമേഗ ഫാറ്റൊക്കെ ഇഷ്ടംപോലെ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് നല്ല ഇതാണ്. ഇതിൻ്റെ ഈ തലയിലാണ് ഇതിൻ്റെ പോഷകം കൂടുതലും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചെകിള മാത്രം കളഞ്ഞിട്ട് ഈ പൂവെല്ലാം കളഞ്ഞ് ഈ മണ്ട ഇതിനകത്ത് ഇരുന്നോട്ടെ. ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഇതിനകത്തുള്ള എല്ലാം എടുത്ത് കളഞ്ഞ് ഏറ്റവും നല്ല മീനുകളിൽ നിന്നാണ് അയല, മത്തി, ചൂരയൊക്കെ ഡോക്ടർമാർ പറയണത് അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും വൈറ്റമിൻസിൻ്റേതായിട്ടുള്ള ഒരുപാട് കുറവില്ല. കാരണം നല്ല ഭക്ഷണങ്ങളൊന്നും ആരും കഴിക്കുന്നില്ലല്ലോ. എല്ലാം വെറും മോശപ്പെട്ട ആഹാരങ്ങളല്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷനും ഇതിൽ അവർ തന്നെ ചീത്താവാതിരിക്കാൻ വേണ്ടിയൊക്കെ ചേർക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലല്ലേ പോണേ. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. കുട്ടികളെങ്കിലുമൊക്കെ നമ്മൾ ഒരുവിധം നോക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മുമ്പ് എൻ്റെ അമ്മേന്ന് ഇതൊന്നും വാങ്ങിക്കില്ലായിരുന്നു. ഭയങ്കര ഒരു വൃത്തിയായിട്ട ചൊവയും അതിനൊരു എന്തോ നാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പം നമ്മളൊക്കെ അറിവായി വന്നതിന് ശേഷം ഞാനൊക്കെ വാങ്ങി കുട്ടികൾക്കൊക്കെ കൊടുക്കും, ഞാനും കഴിക്കും. ആദ്യമൊക്കെ നമുക്ക് മടിയായിരുന്നു. ശരിയാ, ഒരു പ്രത്യേകതരം ഒരു ഗ്യാസാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ വരെ ചെയ്യാൻ നമ്മൾ തുടങ്ങി. അയല വാങ്ങി പൊള്ളിക്കുകയും കറി വയ്ക്കുകയും വറുക്കുകയൊക്കെ ചെയ്യും. ഇത് കുറവാണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് മത്തിക്കറി വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതാ ഉള്ളി ചതച്ചത്, തക്കാളി അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുടംപുളി നല്ലോണം കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരിക്കുന്നത്, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, വൃത്തിയാക്കിയ മീൻ. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ വെച്ചിട്ട് അന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായി. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ഇത് നമുക്ക് വാട്ടിയെടുത്തിട്ട് ഇച്ചിരി നല്ലോണം മൂത്തോട്ട് വഴറ്റി മൂത്തോറാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടി വെച്ചെടുക്കാം. നല്ല വാടി, ഇത്രയും മതി. നല്ല മൂത്ത് ഫ്രൈ ആവണ്ട, ഇത്രയും മതി. നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം.
എടുക്കാം. ഒരു 3 പുളിയെ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, അല്ല ഇത്ര വേണ്ടാന്നുള്ളവർക്ക് അത് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. മീൻ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട, കാരണം ഒരുപാട് അങ്ങ് വെന്ത് വറ്റണ്ടല്ലോ. പാകത്തിന് വേകാനുള്ള വെള്ളം മതി, കുറച്ചുകൂടി ഒഴിക്കാം. ഇച്ചിരി ഉപ്പും കൂടി. ഞാൻ നല്ലോണം തിളക്കട്ടെ. അപ്പോൾ നമുക്ക് തിളച്ചാൽ നോക്കാം. അതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീനിട്ട് കൊടുക്കാം. ഓയിൽ തന്നെ ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് കുഞ്ഞനാണ് കേട്ടോ, അപ്പം അതിന് ഇങ്ങനെ വരയൊന്നും വേണ്ട. ഇതുപോലെ കട്ട് ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ. ഇത് തലയിലാണ് അതിൻ്റെ എല്ലാ പോഷകവും ഇരിക്കുന്നത്. അപ്പോൾ അതോ കറി നല്ല വറ്റി പാകമായി, എണ്ണ തെളിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റും സൂപ്പറാണിത്. ഇതിപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്ക് ചോറ് കഴിച്ച് കാണിക്കണ്ടേ? ഞാൻ അതിപ്പോൾ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്. ചോറുണ്ണാൻ പോവുകയാണ്. നമ്മളെ മത്തിക്കറി കണ്ടോ? മത്തിക്കറി കണ്ട? മത്തിക്കറി കണ്ട? ഞാൻ കോരിയെടുത്ത ഭാഗം ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അപ്പോൾ ഗായ്സ്, ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. നല്ല മത്തി മുളകിട്ടതും തോരനും അച്ചാറും എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. ആദ്യം നമുക്കത് കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. നല്ല ചില മത്തിക്ക് കൊള്ളൂലല്ലോ, അതുപോലല്ല ഇത് നല്ലത്. നല്ല ഉപ്പും പുളിയും എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു തരം മത്തിയാണിത്. ചില മത്തി മുള്ളനായിരിക്കും, അപ്പോൾ ഇത് അങ്ങനത്തെ അല്ല, കുഞ്ഞാണെങ്കിലും നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ചോറ് കഴിക്കാം. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബായ്.